നമസ്കാരം. ആരോഗ്യകരമായ ആഹാരക്രമത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഡയറ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS ഇന്ന് നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ എന്താണ് ഈ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്? ആരോഗ്യകരമായ ആഹാരക്രമം എങ്ങനെയാണ്? ഈ ആരോഗ്യകരമായ ആഹാരശീലത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? നമ്മളെ ആരോഗ്യം എന്ന് പറയുന്നത് വെറും അസുഖമില്ലാത്തൊരവസ്ഥയല്ല. നമുക്ക് എല്ലാവർക്കും ആരോഗ്യം വേണം. അപ്പം ആരോഗ്യകരമായ ജീവിതശീലം, അതിലേറ്റവും പ്രധാനം ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അസുഖം വരാതെ ഇരിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു വെൽബീയിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു പർപ്പസ്, ഒരു ലക്ഷ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ അതെല്ലാം തോന്നുന്ന ഒരു വെൽബീയിങ്ങിനും നമുക്ക് ആരോഗ്യകരമായ ഒരു ഭക്ഷണം ആവശ്യമാണ്. അപ്പം നമ്മൾ അതിൽ എന്ത് കഴിക്കരുത് എന്നുള്ളതിന് പകരം എന്ത് കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എത്ര കാലം പ്രമേഹമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖം ഇല്ലാതെ ഇരിക്കും എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മൾ വളരെ പേടിക്കുന്ന പല അസുഖങ്ങൾ, ഇപ്പോൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളെന്ന് നമ്മൾ പറയുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധം ഭക്ഷണം തന്നെയാണ്. അപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ പഠിക്കാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ നല്ല മാനസികാരോഗ്യത്തിനും നമ്മുടെ ഓർമ്മയ്ക്കും ബുദ്ധിക്കും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നേരത്തെ എല്ലാ പ്രവർത്തനങ്ങളും, അത് നമ്മളുടെ ഓർമ്മയാണെങ്കിലും ബുദ്ധിയാണെങ്കിലും ചലനങ്ങളാണെങ്കിലും എല്ലാം നേരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണം അത്യാവശ്യമാണ്. അത് ആരോഗ്യകരമായ നമ്മളുടെ പ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ നമുക്ക് മറ്റു പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധത്തിനും അത്യാവശ്യമാണ്. അപ്പോൾ അത് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട പല ഘടകങ്ങളുണ്ട്. നമ്മൾ സാധാരണ അതിന് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറലുകൾ അല്ലെങ്കിൽ ധാതുക്കൾ, വിറ്റമിനുകൾ, ഇതൊക്കെ അതിനകത്ത് വേണ്ടുന്നതാണ്. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ പത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ നിറങ്ങളുള്ള പച്ചക്കറികൾ, അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, അപ്പോൾ അങ്ങനെയുള്ള പലതരം ആഹാരത്തിൻ്റെ ഉറവിടങ്ങൾ, സോഴ്സസിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഗുളികയായിട്ട് കഴിച്ചാൽ പോരെ, അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകളായിട്ട് കഴിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായ ഉറവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന ആഹാരം തന്നെയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും ശരത്താണ്. ശരത്, ഡോക്ടറോട് ചോദിച്ചോളൂ. വണ്ണം കുറയ്ക്കാനായിട്ട് ശരത്, വണ്ണം കുറയ്ക്കാൻ മാർഗം ഉണ്ടല്ലോ ശരത്. വണ്ണം കുറയ്ക്കാൻ നമ്മൾ ഭക്ഷണമാണോ വ്യായാമമാണോ പ്രധാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഭക്ഷണമാണ് വണ്ണം കുറയ്ക്കാൻ ഏറ്റവും പ്രധാനം. വണ്ണം നമ്മൾ പെട്ടെന്ന് കുറയ്ക്കുകയല്ല ചെയ്യുന്ന, ഒരു 2 ആഴ്ചയിൽ 1/2 കിലോ എന്നുള്ള നിലയിലാണ് നമ്മൾ വണ്ണം കുറയ്ക്കേണ്ടത്. എല്ലാ പച്ചക്കറികളും നല്ലതാണ് ശരത്. നമ്മൾ ശരത്തിന്റെ ആരോഗ്യകരമായ ഒരു ഭാരം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ശരത്തിന്റെ പൊക്കം എത്രയാണ്? പൊക്കം ഒരു 79 ആണോ 179 ആണോ പൊക്കം? ഉയരം സെന്റിമീറ്ററിൽ എത്രയാണ്? 79 കിലോ ഭാരമാണ്. ഉയരം പൊക്കം ഹൈറ്റ് സെന്റിമീറ്റർ അറിയില്ല. അപ്പൊ ഞാൻ ഒരു അല്ല, അത് ഞാൻ ഉദ്ദേശം എത്രയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്, എത്ര ഭാരം കുറയ്ക്കണം എന്നുള്ളത് എൻ്റെ ഒരു കണക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഭാരം പൊക്കം പറയാം. 172 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശരത്തിൻ്റെ പൊക്കം 172 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ശരത്തിൻ്റെ ഭാരം 72 കിലോയാണ്. അത് ഉദ്ദേശം അത്രേ. അതിൻ്റെ ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ അതിൻ്റെ എത്രയാണോ അതിന് കണ്ടുപിടിക്കാനൊരു കണക്കുണ്ട്. ഞാൻ എളുപ്പത്തിൽ പറയുകയാണ്. 172 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാളിന് 72 കിലോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയാണ് ഐഡിയൽ വെയിറ്റ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 79 കിലോ ആണെങ്കിൽ നമ്മൾ 7 കിലോയാണ് കുറയ്ക്കേണ്ടത്. അപ്പോൾ അത് 7 കിലോ ഒരു ആഴ്ച കൊണ്ട് ഒരു മാസം കൊണ്ടും അല്ല. ജിമ്മിൽ പോകുന്നത് നല്ലതാണ്. ജിമ്മിൽ പോകുന്നത് നല്ലതാണ് ശരത്. ജിമ്മിൽ പൊക്കോളൂ.
ഞാൻ ഭക്ഷണത്തെക്കുറിച്ച് ഇപ്പൊ പറയാം, അത് കഴിഞ്ഞ് ജിമ്മിനെ കുറിച്ച് പറയാം. ഭക്ഷണം ഈ ഒരു 7 കിലോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു വെയിറ്റ്, ജിമ്മിൽ വെയിറ്റ് എടുക്കുമായിരിക്കുമല്ലോ ശരത്? അല്ല, ആ വെയിറ്റ് അല്ല, ഭാരം തൂക്കി നോക്കാനുള്ള വെയിങ് മെഷീൻ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ബേസ് ലൈൻ നമ്മൾ നോക്കണം. എന്നിട്ട് ഒരു 2 ആഴ്ചയിൽ ഏതാണ്ട് 1/2 കിലോ വെച്ച് കുറയുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പൊ അതില് നമ്മൾ 1500 മുതൽ, സ്ത്രീകൾക്കാണെങ്കിൽ 1500, പുരുഷന്മാർക്കാണെങ്കിൽ 1800. ഉദ്ദേശം അത്രയും കലോറികളാണ് ഒരു ദിവസം വേണ്ടത്. കാരണം നമുക്ക് ഭാരം കൂടുതലാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ അല്പം, നമ്മുടെ ആവശ്യത്തിൽ അല്പം കുറച്ചാൽ മാത്രമേ, ഇപ്പൊ ജിമ്മിൽ ശരത്ത് പോകുന്നുണ്ട്, ഇപ്പൊ ഭക്ഷണം അതിൽ നിന്നുള്ള കലോറികൾ അല്ലെങ്കിൽ ശരീരത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന കലോറികൾ ശരീരം ഉപയോഗിക്കും. പലപ്പോഴും സംഭരിച്ചു വെക്കുന്നത് കൊഴുപ്പായിട്ടാണ്, പ്രത്യേകിച്ച് നമ്മുടെ വയറിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട്. ഇന്റേണൽ ഓർഗൻസിലും അത്തരം കൊഴുപ്പുകൾ കാണാം. ഇനി എന്ത് കഴിക്കണം എന്ന് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കുന്നത് ഒട്ടും ആരോഗ്യകരം അല്ല. അപ്പൊ നമ്മൾ എന്ത് കഴിക്കണം? അപ്പൊ ശരത്തിന് ഒരു ദിവസം, ശരത്തിന് എത്ര വയസ്സായി? എനിക്ക് 29 വയസ്സായി. 29. അപ്പൊ അതില് ഉദ്ദേശം ഒരു നമ്മൾ എത്രത്തോളം അരി, ഗോതമ്പ്, രാവിലെ എന്താണ് കഴിക്കുന്നത് ശരത്? രാവിലെ ഓട്സിന്റെ കൂടെ എന്ത് കഴിക്കും? ഓട്സിന്റെ ഒന്നും കഴിക്കാറില്ല. ജിമ്മിന് പോകുമ്പോ മാഷ് പറഞ്ഞിട്ട് മുട്ട കഴിക്കാൻ. അതെ. ഉച്ചക്ക് എന്ത് കഴിക്കും ശരത്? ഉച്ചക്ക് ഭക്ഷണം കഴിക്കും. ഊണാണ് കഴിക്കുന്നത് അല്ലേ? രാത്രി ഉച്ചക്ക് ഭക്ഷണം, ഉച്ചക്ക് ചോറ് തന്നെയാണ് അല്ലേ? ഉച്ചക്കും രാത്രി. അപ്പൊ നമ്മള് ശരത്ത് ചോറ്, ഓട്സ് ആണെങ്കിലും അതൊരു ധാന്യമാണ്. അപ്പൊ എത്ര ധാന്യം ശരത്ത് കഴിക്കണമെന്ന് ചോദിച്ചാൽ ഏതാണ്ട് 170 ഗ്രാം, അതല്ലെങ്കിൽ ഒരു 6 ചപ്പാത്തിയോളം. ഈ 6 ചപ്പാത്തിയോളം എന്ന് ഞാൻ പറയുന്നത് അത് 6 ദോശയാകാം, അത് 6 എന്തും ആകാം. അതിൻ്റെ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് അത്രത്തോളം ധാന്യങ്ങൾ മതി. അത് പറയാം, അത് ബാക്കി പറയാം. നമ്മളുടെ ധാന്യങ്ങൾ എത്ര കഴിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതില് ധാന്യങ്ങൾ ഇപ്പൊ രാവിലെ ആണെങ്കിൽ 2 ചപ്പാത്തി, അതിന് പകരം ഓട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഓട്സിൽ കൂടുതലായിട്ട് ഫൈബർ ഉണ്ട്. പക്ഷേ ഓട്സ് കഴിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ഭാരം കുറയില്ല. ധാന്യങ്ങൾ നമ്മൾ ഈ മൈ പ്ലേറ്റ് പറയുമല്ലോ, പ്ലേറ്റിൽ 4/1 മാത്രമാണ് ഈ ധാന്യം അല്ലെങ്കിൽ ചപ്പാത്തി, ചോറ്, ഓട്സ് ഒക്കെ വരുന്നത്. ബാക്കി പകുതി, 4/1 നമ്മൾ പ്രോട്ടീൻ്റെ ഉറവിടങ്ങളാണ്. ജിമ്മിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് പ്രോട്ടീൻ കഴിക്കാൻ പറയാറുണ്ട്. പ്രോട്ടീൻ പൗഡറുകൾക്ക് പകരം നമ്മുടെ ഭക്ഷണത്തിൽ തന്നെയുള്ള പ്രോട്ടീൻ്റെ ഉറവിടങ്ങളായ മുട്ട കഴിക്കുമോ ശരത്? ആപ്പിള് പ്രോട്ടീൻ അല്ല. ആപ്പിള് പച്ചക്കറികൾ, പഴങ്ങൾ എന്നുള്ള ഗ്രൂപ്പിലാണ്. ആപ്പിൾ ഒരു പഴമാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ പ്രോട്ടീൻ കഴിക്കണം. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് പയറ്, പരിപ്പ് തുടങ്ങിയ ഏത് പയറുവർഗ്ഗത്തിൽ പെട്ടതുമാകാം. അതോടൊപ്പം മുട്ട, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും സാധാരണമായി കിട്ടുന്ന ബെസ്റ്റ് ക്വാളിറ്റി, നല്ല നമ്മുടെ ബയോ അവൈലബിലിറ്റി ഉള്ള പ്രോട്ടീൻ്റെ ഒരു സോഴ്സാണ് മുട്ട. മുട്ട കഴിക്കാം. മുട്ടയിൽ ആകെയുള്ള ഒരു പ്രശ്നം, നമ്മൾ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് കൊളസ്ട്രോൾ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് അതിൻ്റെ മഞ്ഞക്കരുവോട് കൂടിയ മുട്ട ഒരു ദിവസം 1 എണ്ണം കഴിക്കാം. എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് ആഴ്ചയിൽ 3 എന്നുള്ളതിൽ വെള്ള കഴിക്കാം. വെള്ളയിൽ പ്രോട്ടീനാണ് കൂടുതലായിട്ടുള്ളത്. അതിൻ്റെ മഞ്ഞ ഭാഗത്താണ് കൊളസ്ട്രോൾ. പക്ഷേ കൊളസ്ട്രോൾ പേടിച്ച് മുട്ട ഒഴിവാക്കേണ്ട ഒരു കാര്യമില്ല. മുതിർന്നവർക്കും എല്ലാവർക്കും മുട്ട കഴിക്കാം. കൊളസ്ട്രോൾ വളരെ കൂടുതലുള്ളവർക്ക് അതിൻ്റെ മഞ്ഞക്കരുവിൻ്റെ എണ്ണം കുറയ്ക്കണം. അല്ലെങ്കിൽ എല്ലാ ദിവസവും മുട്ട കഴിക്കുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല, സാധാരണ ആരോഗ്യം, ശരത്തിനെ പോലുള്ളവർക്ക്. അതേസമയം പ്രോട്ടീൻ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മുട്ടയുടെ വെള്ളക്കരു, അതിലാണ് കൂടുതലായിട്ട് പ്രോട്ടീൻ ഉള്ളത്. അപ്പം ഞാൻ ഈ പ്ലേറ്റിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ 4/1 ഭാഗമാണ് നമ്മൾ പിന്നെ ധാന്യങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മറ്റ് 4/1 ഭാഗത്താണ് ഈ പയറ്, പരിപ്പ്, മീൻ വളരെ നല്ല ഒരു ഉറവിടമാണ്. പക്ഷെ മീനിൻ്റെ ഒരു കാര്യം, നമ്മൾ മീൻ പൊരിച്ചു കഴിക്കുകയാണെങ്കിൽ പൊരിച്ചു കഴിക്കുന്നതിനേക്കാൾ നല്ലത് കറിവെച്ച മീനാണ് കഴിക്കുന്നത്. ഹൃദയ ആരോഗ്യത്തിനും വളരെ നല്ല അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും, നമ്മൾ കടൽ മത്സ്യമാണെങ്കിൽ, പുഴമത്സ്യമാണെങ്കിൽ അതിൽ omega-3, omega-6 എന്ന് 2 വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ല ഫാറ്റി ആസിഡുകളാണ് മീനിലുമുള്ളത്. അതുപോലെ ഇറച്ചിയും കഴിക്കാം പ്രോട്ടീൻ്റെ ഉറവിടമായിട്ട്. ചിക്കൻ തുടങ്ങിയ ഏത് മീറ്റും, അതിൽ ഈ റെഡ് മീറ്റ്
അതിനകത്ത് ഇപ്പോൾ ബീഫ് കഴിക്കുന്നതിന് കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം അത് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ മീറ്റ് ഇറച്ചി കഴിക്കുകയാണെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞ മീറ്റാണ് നല്ലത്. ചിക്കൻ ആണെങ്കിലും അതിൻ്റെ കൊഴുപ്പ് നീക്കിയ ചിക്കൻ കറി വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രോട്ടീൻ്റെ ഉറവിടങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ അളവുകളിലോട്ട് വരികയാണെങ്കിൽ പ്ലേറ്റിൻ്റെ പകുതിയേ ഇതുവരെ ആയുള്ളൂ ശരത്ത്. ബാക്കി പകുതി ശരത്ത് കഴിക്കേണ്ടത് പച്ചക്കറികളും പഴങ്ങളുമാണ്. അപ്പം നമ്മൾ ഒരു ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു മുതിർന്ന ശരത്തിൻ്റെ പ്രായത്തിലുള്ള ഒരു വ്യക്തി 400 ഗ്രാം പച്ചക്കറികളും 100 ഗ്രാം പഴങ്ങളും കഴിക്കാം. ഇപ്പോൾ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞു. ആപ്പിൾ തന്നെ വേണമെന്നില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പേരയ്ക്ക, പപ്പായ, ഒരുപാട് തരം വാഴപ്പഴങ്ങളുണ്ട്. അതിൽ ഈ ചക്ക, മാങ്ങ, ഏത്തപ്പഴം തുടങ്ങിയവയിൽ കുറച്ചുകൂടി കലോറികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പ്രമേഹമൊക്കെ ഉള്ളവർക്ക് അതൊന്ന് ഒഴിവാക്കാം. ശരത്തിനെ പോലെയുള്ളവർ ഒരുപാട്, അപ്പോൾ അതിൻ്റെ ഒരു അളവ് മാത്രം നോക്കിയാൽ മതി. അതേസമയം നമ്മൾ ഈ ഓട്സ് മാത്രം കഴിക്കുന്നതിന് പകരം പച്ചക്കറികൾ എല്ലാ നേരവും നമ്മൾ ഈ പ്രോട്ടീൻ്റെ സോഴ്സസും അതുപോലെ പച്ചക്കറികളും കഴിക്കണം എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ പച്ചക്കറികൾ പല രീതിയിൽ, ഇപ്പം സാമ്പാറൊക്കെ ആണെങ്കിൽ എല്ലാത്തരം പച്ചക്കറികളും ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം അതല്ലെങ്കിൽ സാലഡ്, ഇപ്പോൾ വെള്ളരി, തക്കാളി തുടങ്ങിയവയൊക്കെ നമ്മൾ വേവിക്കാതെ തന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴിയിട്ട് സാലഡ് രൂപത്തിൽ കഴിക്കുന്നുണ്ട്. അതുപോലെ തോരൻ, വടക്കോട്ടൊക്കെ ഉപ്പേരി എന്നാണ് പറയുന്നത്, തെക്കോട്ടൊക്കെ മെഴുകുപുരട്ടി എന്ന് പറയും. അപ്പോൾ അതിൽ എണ്ണയൊക്കെ കുറച്ച് കുറയ്ക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള സാലഡുകളായിട്ടും അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയും, അതിൽ ഈ ചേന, ചേമ്പ്, കാച്ചിൽ, പച്ചക്കായ അതൊക്കെ കുറച്ചുകൂടി കാലറി കൂടിയ കാര്യങ്ങളാണ്. അതേസമയം വെള്ളരി, പടവലം തുടങ്ങിയ ബീട്രൂട്ട് തുടങ്ങിയ സാധാരണ ഇതിൻ്റെ കലോറിയുടെ വ്യത്യാസം എന്ന് വെച്ചാൽ 100 ഗ്രാം ധാന്യത്തിൽ, അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഏതാണ്ട് 345 കലോറി ഉണ്ട്. അതേസമയം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പച്ചക്കറികളുണ്ടല്ലോ, ഇപ്പം പടവലം, വെള്ളരി, വെണ്ടയ്ക്ക തുടങ്ങിയ, തക്കാളി തുടങ്ങിയതിലെല്ലാം ഏതാണ്ട് 20 കലോറി മാത്രമേ 100 ഗ്രാമിലുള്ളൂ. അപ്പം നമുക്ക് ധാരാളമായിട്ട് പച്ചക്കറികൾ കഴിച്ചാൽ നമുക്ക് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ കിട്ടും. കലോറികൾ വളരെ കുറവാണ്. നമ്മുടെ ശരീരത്തിനുള്ള ഒരുപാട് വളരെ ഗുണകരമായിട്ടുള്ള വിറ്റമിനുകളും മിനറലുകളും എല്ലാം പഴങ്ങളും പച്ചക്കറികളിലും കൂടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ശരത്ത് ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഭാരം കൂടുതൽ ഉള്ള ആളുകളല്ലാതെ സാധാരണ ആളുകൾ, മെലിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിലും മെലിഞ്ഞിരുന്നാലും നമ്മൾ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആഹാരത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തണം. ഇതിൻ്റെ കണക്ക് ശരത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ചുരുക്കി പറയുകയാണ്. ശരത്ത് ഓട്സ് കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഓട്സ് കഴിച്ചതുകൊണ്ട് മാത്രം നമ്മൾ വെയിറ്റ് കുറയില്ല. അതേസമയം നമ്മൾ അതോടൊപ്പം തന്നെ, അപ്പോൾ ഓട്സ് തന്നെ വേണമെന്നില്ല, ഡയറ്റ് ചെയ്യാൻ ഓട്സ് തന്നെ വേണമെന്നില്ല. കാരണം നമുക്ക് ഓട്സിന് വില കൂടുതലാണെന്ന് നമുക്കറിയാം. അരിയും ഗോതമ്പും തങ്ങളിൽ കലോറിയിൽ വ്യത്യാസമില്ല. പക്ഷേ ഗോതമ്പിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. അതായത് നമ്മൾ 100 ഗ്രാം ഗോതമ്പ് കഴിച്ചാൽ രക്തത്തിൽ എത്രത്തോളം പെട്ടെന്ന് ഗ്ലൂക്കോസ് എത്തും എന്നുള്ളതിൻ്റെ വളരെ പതുക്കെ ഗ്ലൂക്കോസ്, നമുക്കറിയാമല്ലോ, ചപ്പാത്തി കഴിച്ചാൽ പതുക്കെ വിശക്കും, അതേസമയം ഇഡലി കഴിച്ചാൽ നേരത്തെ വിശക്കും. അതാണ് സ്പീഡിന് രക്തത്തിലേക്ക് അതിൻ്റെ ഗ്ലൂക്കോസൊക്കെ എത്തും. നമ്മൾ അതിൻ്റെ സ്പൈക്ക് വളരെ കൂടും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫൈബർ കൂടുതലായിട്ടുള്ള, ഇപ്പം നമ്മൾ പയറ്, പരിപ്പ്, മുട്ട, മീൻ ഇങ്ങനെയുള്ള പ്രോട്ടീൻ്റെ ഉറവിടങ്ങൾ കൂടി അതിൻ്റെ കൂടെ കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ പൊതുവിൽ കേരളത്തിൽ ഈ പയറ്, പരിപ്പുമൊക്കെ കഴിക്കുന്നതിൻ്റെ അളവ് കുറവാണ്. ഇലക്കറികൾ, പച്ചക്കറികൾ നമ്മൾ പറയുമ്പോൾ പലതരം പച്ചക്കറികളുണ്ട്. അതിൽ ഈ ചീര, പാലക്ക്, സ്പിനാഷ് എന്ന് തുടങ്ങി, മുരിങ്ങയില തുടങ്ങി ഒരുപാട് തരം ഇലക്കറികളുണ്ടല്ലോ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അപ്പോൾ അതൊരു 100 ഗ്രാമൊക്കെ ഒരു ദിവസം കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ ഈ പച്ചക്കറികളുടെ കൂട്ടത്തിൽ. അപ്പോൾ കഴിയുന്നത്ര എല്ലാ ദിവസവും അത് കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പറയുന്നത്. സമീകൃത ആഹാരവുമാണ്. അതേസമയം തന്നെ ഭാരം കൂടുതലുള്ളവർക്ക് ഭാരം കുറയ്ക്കാൻ, ഡയബറ്റിസ് ഉള്ളവർക്ക് ഡയബറ്റിസ് നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ ഹൃദ്രോഗമൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി, ക്യാൻസറിനെ തന്നെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഭക്ഷണക്രമങ്ങളാണ് നമ്മളീ പറഞ്ഞത്. പിന്നെ ഈ നട്ട്സ് നല്ലതാണ്. നട്ട്സ് എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാത്തരം കപ്പലണ്ടി തുടങ്ങിയ പലതരം നട്ട്സ് ഉണ്ടല്ലോ, നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയും. അതിൽ ഏറ്റവും വില കൂടിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. അപ്പം അത്തരത്തിൽ ഈ നേരത്തെ പറഞ്ഞ പയറ് പോലെയുള്ള എല്ലാത്തരം ഭക്ഷണങ്ങളും നമ്മുടെ ഹെൽത്തി ഫുഡിൽ ഉൾപ്പെടും. ശരി ഡോക്ടർ, നമുക്കിപ്പോൾ മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും ഷീജയാണ്. ഷീജ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഷീജ പറയൂ. ഹലോ, പറയൂ ഷീജ. തൃശ്ശൂർ എവിടെയാണ് ഷീജ? തൃശ്ശൂർ പാട്ടുകാട്ട്.
എവിടെയാണ്? പാട്ടിരാക്കൽ. ഓക്കെ ഓക്കെ, പറയൂ ഷീജ. ഡോക്ടർ, ഞാൻ എന്റെ മകള് ഇങ്ങനെ കുറെ ദിവസമായി തല കറങ്ങുന്നു, തല ചുറ്റുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഞാൻ ഇന്നലെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം ഷീജ, പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ഇന്നലെ നമ്മുടെ റൗണ്ടിലത്തെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പൊ ഡോക്ടറെ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഷുഗർ 72 ഉള്ളൂ. എന്നിട്ട് ഡോക്ടർ എന്നോട് ഡ്രിപ്പ് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവള് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ വേണ്ട, വീട്ടിൽ പോയി അച്ഛനോട് ചോദിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് 18 ഇയേഴ്സ്. 18 വയസ്സ്. അപ്പൊ എന്റെ ഡൗട്ട്, എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഗ്ലൂക്കോസ് കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ പേടിച്ചിട്ട് അത് ഞാൻ വേണ്ട വെച്ചു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഷുഗർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ? ആഹാരത്തിന് ശേഷം എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഷുഗർ പരിശോധിച്ചത് ഷീജ? ആക്ച്വലി ഇന്നലെ 12:30 ആണ് അവരുടെ ലഞ്ച് ടൈം സ്കൂളില്. അത് കഴിഞ്ഞിട്ട് ഒരു 5 കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഡോക്ടർ നല്ലോണം കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നോക്കിയത്. ഭക്ഷണത്തിന് ശേഷം 5 മണിക്കൂർ. അതെ അതെ. 18 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ശരത് ഭാരം കുറയ്ക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. 18 വയസ്സ് അല്ലെങ്കിൽ അഡോളസെന്റ്, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഫിസിയോളജിക് റിക്വയർമെന്റ്, നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെയൊക്കെ അളവ് കൂടുതൽ വേണ്ടുന്ന ഒരു സമയമാണ്. പ്രോട്ടീനൊക്കെ കൂടുതൽ വേണ്ടുന്ന സമയമാണ്. പക്ഷേ അതേസമയം നമ്മൾ വാരി വലിച്ച് ഒരുപാട് കഴിച്ച് പൊണ്ണത്തടി അല്ലെങ്കിൽ അമിത വണ്ണം ഉണ്ടാകാനും പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതില് പിന്നെ ഷീജയുടെ മകളുടെ കാര്യം കൃത്യമായിട്ട് പറയേണ്ടത് കണ്ട അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. നമ്മൾ ഫോൺ വഴിയല്ല ചികിത്സിക്കുന്നത്. എങ്കിലും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പൊതുവായിട്ട് പറയാം. അപ്പൊ ഇതില് നമ്മൾ ഒരു 100 അല്ലെങ്കിൽ 80, 100, 70, 100, 110 എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് സാധാരണമായ ഒരു പഞ്ചസാരയുടെ അളവ് തന്നെയാണ്. അതിൽ നമുക്കറിയാലോ, റാൻഡം ബ്ലഡ് ഷുഗർ, നമ്മൾ ഭക്ഷണത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ 200ന്റെ മുകളിലാകുമ്പോഴാണ് നമ്മൾ ഡയബറ്റിസ് സസ്പെക്ട് ചെയ്യുന്നത്. 100ൽ താഴെയായിട്ട് 100 എന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റിംഗ്, ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള ഷുഗർ, ഫാസ്റ്റിംഗ് ആയിട്ടുള്ളത് 100ൽ താഴെ നിൽക്കണം. അതൊക്കെ പൊതുവിലുള്ള കാര്യങ്ങളാണ്. അപ്പം മകൾക്ക് വളരെ നേരം ഭക്ഷണം കഴിക്കാതെ ഇരുന്നതിന് ശേഷം നോക്കിയ ഷുഗറാണ് അല്ലേ? ഉച്ചയ്ക്ക് 12 മണിക്ക് കഴിച്ചിട്ട് വീണ്ടും 5 മണിക്ക് നോക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒറ്റ വാല്യൂ വെച്ച് നമുക്ക് ഫോണിൽ ചികിത്സ പറയുന്നത് ശരിയല്ല. അത് ഡോക്ടർ പറയുന്ന പോലെ ചെയ്യണം. പക്ഷെ മോളുടെ ഭക്ഷണക്രമത്തെ കുറിച്ച് ഞാനൊന്ന് പറയാം. മകളുടെ ഹീമോഗ്ലോബിൻ നോക്കിയിട്ടുണ്ടോ? ഹീമോഗ്ലോബിൻ ലാസ്റ്റ് മന്ത് നോക്കിയപ്പോൾ 11.2 ആയിരുന്നു. ഓക്കെ. അപ്പം ഒരു 12ന്റെ മുകളിലോട്ടുള്ളതാണ് നല്ലത്. കാരണം ഈ 12, 13 അങ്ങനെ അതിന്റെ ഒരു ശരാശരി ഒരു റേഞ്ച് ആണ് ഉള്ളത്. അപ്പം അതിന്റെ ഒരു ബോർഡറിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തലകറക്കവും ക്ഷീണവും പല കാരണങ്ങൾ കൊണ്ടാകാം. സാധാരണ വരുന്ന കാരണങ്ങളിൽ ഒന്ന് ഈ വിളർച്ചയാണ്. അപ്പൊ അതിന് ഭക്ഷണത്തില് ഇരുമ്പിന്റെ അളവ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളത് പ്രധാനമാണ്. ഇരുമ്പിന്റെ അളവ് കൂടുതലായിട്ടുള്ളത് ഇപ്പൊ ഇലക്കറികളിലൊക്കെ ധാരാളം ഇരുമ്പിന്റെ അളവുണ്ട്. റാഗി, കൂര ഉണ്ടല്ലോ, അതില് ഇരുമ്പിന്റെ അളവുണ്ട്. പക്ഷെ നമ്മൾ മീൻ, മുട്ടയൊക്കെ കഴിക്കുന്ന ആളാണോ? അതെ, കഴിക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിലുള്ള ഇരുമ്പിന്റെ അളവ് കൂടുതലായി, ബയോ അവൈലബിലിറ്റി എന്ന് പറയും, ഭക്ഷണത്തിലുള്ളത് നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് ആഗിരണം ചെയ്യുന്നതിന്റെ ഒരു കഴിവ് അത് കൂടുതലായിട്ട് ആനിമൽ ഫുഡിലാണ്. ഉദാഹരണത്തിന് മീൻ, മുട്ട, മറ്റ് ഇറച്ചി, ഇതിനകത്ത് നിന്നൊക്കെ ഉള്ളതാണ് ഇരുമ്പിന്റെ അളവ് പെട്ടെന്നും കൂടുതലായും ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. അതേസമയം മറ്റെല്ലാതരം ഇപ്പൊ ഇലക്കറികളിലും ഒക്കെ തന്നെ ഇരുമ്പിന്റെ അളവുണ്ട്. റാഗി ഉണ്ടല്ലോ, കൂരവ്, ഇതിനകത്ത് ഇരുമ്പുണ്ട്, ഇരുമ്പും കാൽഷ്യവും ഉണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ അത്തരത്തിലുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുന്നത് ആവശ്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഇടയിലും പുരുഷന്മാരുടെ ഇടയിലും കേരളത്തിൽ നമ്മൾ പൊണ്ണത്തടി, അമിതവണ്ണവും ഉണ്ട്, അതേസമയം വിളർച്ചയും ഉണ്ട്. വിളർച്ചയ്ക്ക് വേണ്ടി സർക്കാരിന്റെ ഒരു പരിപാടി തന്നെയുണ്ട്, വിവ. അപ്പൊ അതുകൊണ്ട് വിവ കേരള എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഭക്ഷണത്തിൽ ഞാൻ നേരത്തെ ശരത്തിനോട് പറഞ്ഞല്ലോ, ഇലക്കറികൾ കഴിക്കണം, ചീര മുരിങ്ങയില കഴിക്കണം, മുട്ട വളരെ നല്ല ഒരു ഭക്ഷണമാണ്. പ്രത്യേകിച്ചും കുട്ടികൾക്കും കൗമാരപ്രായത്തിലുള്ളവർക്കും കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾക്കും ഒക്കെ ഇരുമ്പിന്റെയും പ്രോട്ടീന്റെയും നല്ല ഒരു ഉറവിടമാണ് മുട്ട.
അപ്പൊ അതുകൊണ്ട് മുട്ട കഴിക്കുമോ മോള്? മുട്ട കഴിക്കും ഡോക്ടർ, പക്ഷെ അതിന്റെ എല്ലോ കഴിക്കില്ല, അതാ പ്രശ്നം. അതിന്റെ ആ ഭാഗത്താണ് അതിന്റെ ഇരുമ്പുള്ളത്. നമുക്കറിയാലോ മുട്ട പുഴുങ്ങുമ്പോ കുറച്ചു നേരം കൂടുതലായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിന് പുറത്തൊരു നിറം വരുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പം അതിന്റെ വെള്ള ഭാഗത്ത് കൂടുതലായിട്ട് പ്രോട്ടീനാണ്, അതിന്റെ കൊഴുപ്പ്, കൊളസ്ട്രോൾ. ഇപ്പൊ കൊളസ്ട്രോളിനെ നമ്മൾ അധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു ദിവസം ഏതാണ്ട് 200 മില്ലിഗ്രാമോളം, അതായത് 2000 കാലറി ഭക്ഷണം ആവശ്യമുള്ള ഒരാളിന് 200 മില്ലിഗ്രാമോളം കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമാണ്. അത് ഏതാണ്ട് ഒരു മുട്ടയിൽ നിന്ന് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഓംലെറ്റ് ആയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ മുട്ട കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ ചോറിന്റെ കൂടെ, ചോറാണോ ഉച്ചയ്ക്ക് കൊടുത്തു വിടുന്നത്? ചോറാണ് കൊണ്ടുപോകുന്നത്, പക്ഷെ നോൺ വെജ് ഒന്നും കൊണ്ടുപോകില്ല സ്കൂളിൽ, അതാ പ്രശ്നം. മീൻ കഴിക്കുമല്ലോ അല്ലേ? മീൻ കഴിക്കും, പക്ഷെ സ്കൂളിൽ കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലെങ്കിൽ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ, രാവിലെയൊക്കെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഓംലെറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ചെയ്ത് ദോശയുടെ കൂടെയോ അപ്പത്തിന്റെ പുട്ടിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കൊടുക്കാം. ചീര ഇഷ്ടമാണെങ്കിൽ ചീര മുരിങ്ങയിലേക്ക് കൊടുക്കാം. ചീര ഇഷ്ടമല്ല ഡോക്ടർ, അതാ പ്രശ്നം. ബീട്രൂട്ട് അങ്ങനത്തെ ബീട്രൂട്ട് ഒക്കെ നല്ലതാണ്. ബീട്രൂട്ട്, ക്യാരറ്റ് എല്ലാം നല്ലതാണ്. അത് കാരണം അതിനകത്തൊക്കെ മറ്റു വൈറ്റമിൻ എ എല്ലാം ഉണ്ട്. നമ്മൾ അയണിന്റെ, ഇരുമ്പിന്റെ ശരീരത്തിലുള്ള ആഗിരണം കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സി, പുളിയുള്ള എല്ലാത്തിനും പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പഴങ്ങളിലും വൈറ്റമിൻ സി ഉണ്ട്. വൈറ്റമിൻ സി കൂടുതൽ ഇപ്പൊ നാരങ്ങ, ഓറഞ്ച്, പുളി കൂടുതലുള്ള ഈ മാങ്ങയിലും ഒക്കെ ആയിട്ട്. മാങ്ങയൊക്കെ കഴിക്കൂലേ? കണക്ഷൻ പോയെന്ന് തോന്നുന്നു അല്ലേ? അതെ ഡോക്ടർ, ഡോക്ടർക്ക് തുടരാം. ഡോക്ടർ, മറ്റൊരു സംശയം ഈ ഭക്ഷണക്രമത്തെ കുറിച്ച് പറഞ്ഞു. ഭക്ഷണത്തിന്റെ അളവിനെ കുറിച്ച് അറിയാനുണ്ട് ഡോക്ടർ. ഇപ്പോൾ പലരും പറയാറുണ്ട് കുറച്ച് ചോറ് കൂടുതൽ കറികൾ എന്ന്. അതിനപ്പുറം ഭക്ഷണത്തിന്റെ അളവിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, മാത്രമല്ല അതിന്റെ സമയക്രമം എങ്ങനെ ശ്രദ്ധിക്കണം? കുറച്ച് എന്ന് പറയുമ്പോൾ ഇതിനൊരു അളവ് വേണം. അത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ചോറ് കുറച്ചെന്ന് പറയുമ്പം എൻ്റെ കുറച്ച് ആവണമെന്നില്ല മറ്റൊരാളിൻ്റെ കുറച്ച്. അപ്പം അതുകൊണ്ട് നമ്മൾ സ്പൂൺ പറയാം, പക്ഷെ സ്പൂൺ തന്നെ ചെറുതും വലുതും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ അമേരിക്കക്കാരുടെ പുതിയ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗൈഡ് ലൈൻ കുറച്ചൊരു കോൺട്രവേഴ്സീസ് കൂടെ ഉണ്ട് അതിൻ്റെ ആനിമൽ ഫാറ്റിൻ്റെ ആയിട്ട്. അപ്പം ഞാൻ ഇതിന് മുമ്പ് വന്ന ഗൈഡ് ലൈനിലൊക്കെ നമ്മളിപ്പം ഒരു ദിവസം എത്ര ധാന്യങ്ങൾ വേണം. കേരളത്തിൽ പ്രമേഹമൊക്കെ വളരെ കൂടുതലാണ്, അമിതവണ്ണം കൂടുതലാണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വരെ വയറുണ്ട് എന്നുള്ളത്. നമുക്ക് അധികമായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ ഉറവിടങ്ങൾ, അപ്പം നമ്മൾ ധാന്യങ്ങൾ എന്ന് പറയുമല്ലോ, ധാന്യങ്ങളിൽ തന്നെ കൂടുതൽ പിന്നെ കാർബോഹൈഡ്രേറ്റ് ആണ്. ഉദാഹരണത്തിന് നമ്മളൊരു 100 ഗ്രാം അരിയിൽ നിന്ന് നമുക്ക് ഏതാണ്ട് 345 കലോറിയും 6.8 ഗ്രാമോളം പ്രോട്ടീനും കിട്ടും. അത് ഗോതമ്പാണെങ്കിൽ അതിൽ ഏതാണ്ട് 11.8 കലോറിയുടെ അളവ് രണ്ടിലും ഒന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് അതിൽ പ്രധാനമായിട്ടും പ്രോട്ടീനേക്കാൾ വളരെ കൂടുതലായിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. അതേസമയം പയറുവർഗ്ഗങ്ങളാണെങ്കിൽ 100 ഗ്രാമിൽ ആകെ കലോറിയുടെ അളവ് ഏതാണ്ട് തുല്യം എന്ന് വെച്ചാൽ സിമിലറാണ്. 320 മുതൽ 360 വരെ കലോറിയാണ് 100 ഗ്രാം പയറുവർഗ്ഗങ്ങളിലുള്ളത്. അതേസമയം ഏതാണ്ട് ശരാശരി 20 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോട്ടീൻ്റെ അളവ് അതിൽ കൂടുതലാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ചോറും ചപ്പാത്തി, ഇഡ്ഡലി, ദോശയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് അല്ലെങ്കിൽ ഫാറ്റായിട്ട് മാറിയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഫാറ്റി ലിവർ കൂടുതലാണ്. അതൊരു ഡയബറ്റിസിൻ്റെ മുന്നോടിയായിട്ടുള്ള ലക്ഷണമാണ്. കേരളത്തിൽ അമിത വണ്ണത്തോടൊപ്പം കുടവയർ അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ അരക്കെട്ടിൻ്റെയൊക്കെ അളവ്, കുടവയറെന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ, അതൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവ്, ചോറിൻ്റെ അളവ് കേരളത്തിൽ പൊതുവിൽ കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് എത്ര കഴിക്കണം എന്നുള്ളതിന് ഒരു ഗ്രാം കണക്കിലൊരു അളവ് അറിയുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ 6 ഔൺസ് അല്ലെങ്കിൽ ഏതാണ്ട് 170 ഗ്രാമാണ് പ്രായപൂർത്തിയായ ഒരാൾ കഴിക്കാൻ നല്ലത്. അത് അത്രയും മതി. പക്ഷെ അതിൽ വളരെ കൂടുതലാണ് നമ്മൾ ഓരോരുത്തരും പൊതുവിൽ കഴിക്കുന്നത്. അപ്പോൾ ഈ 6 ഔൺസ് എന്ന് പറയുന്നത് ഏതാണ്ട് 6 ചപ്പാത്തിയുടെ അത്രയും, അതായത് ഓരോ നേരവും 2 എന്നുള്ള ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അത്രയും മതി. അപ്പോൾ നമുക്കറിയാലോ 2 ചപ്പാത്തിയുടെ അളവിൻ്റെ അത്രയുള്ള ചോറ് മതി. അപ്പം നമ്മൾ ഈ പ്ലേറ്റ് നിറച്ച് ചോറ് കുട്ടികൾക്ക് കൊടുക്കും. പ്ലേറ്റ് നിറച്ച് ചോറാണ് നമ്മളുടെ വീടുകളിലൊക്കെ
നമ്മൾ വിളമ്പി വെക്കുന്നത്. അതുപോലെ നമ്മൾ ഹോട്ടലുകളോ ക്യാൻറ്റീന് റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ നമുക്കറിയാം പ്ലേറ്റ് നിറച്ചാണ് ചോറ് എടുക്കുന്നത്. അപ്പോൾ ആ ചോറിൻ്റെ അളവ് ഇപ്പം കഴിക്കുന്നതിൽ നിന്നും വളരെയായിട്ട് മിക്കവാറും എല്ലാ വീട്ടിലും എല്ലാ വ്യക്തികൾക്കും കുറയ്ക്കേണ്ടി വരും. പക്ഷേ അപ്പോൾ നമ്മൾ കൂട്ടേണ്ടത് എന്താണെന്നുള്ളത്, അപ്പോൾ എത്ര നമ്മൾ 1/4 പ്രോട്ടീൻ്റെ ഉറവിടം എന്ന് നമ്മൾ പറയുമ്പോൾ 1/4 ഭാഗം സിറിയൽ ധാന്യത്തോടൊപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഈ പയറ് പരിപ്പൊക്കെ കഴിക്കുന്നത് കുറച്ചുകൂടെ കൂട്ടാം. ഏറ്റവും കൂട്ടേണ്ടത് പച്ചക്കറികളാണ്. അപ്പോൾ പച്ചക്കറികൾ ഒരു വ്യക്തി 400 ഗ്രാം കഴിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളറിയാമല്ലോ, 5 പേരുള്ള ഒരു വീട്ടിലാണെങ്കിൽ 2 കിലോയോളം പച്ചക്കറികളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പച്ചക്കറികളുടെ അളവാണ് നമ്മൾ ധാരാളമായിട്ട് കൂട്ടേണ്ടത്. അത് ചോറിന് പകരമായിട്ട് നമ്മൾ അത് കഴിച്ച് ശീലിക്കണം. പിന്നെ ഈ പച്ചക്കറികൾ എങ്ങനെ കഴിക്കണം എന്നുള്ളതും പ്രധാനമാണ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മളുടെ നാട്ടിൽ കറികളൊക്കെ ആയിട്ട് വെക്കുമ്പോൾ അതിന് എല്ലാം നമ്മൾ തേങ്ങ ഒരു പച്ചക്കറിയല്ല, തേങ്ങ ഒരു ഓയിൽ സീഡാണ്. അതിൽ എണ്ണയുണ്ട്, വെളിച്ചെണ്ണ തേങ്ങയിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ കലോറിയുടെ കാര്യം പറയുകയാണെങ്കിൽ 100 ഗ്രാം വെളിച്ചെണ്ണയിൽ 900 കലോറിയുണ്ട്. അതേസമയം 100 ഗ്രാം തേങ്ങയിൽ ഏതാണ്ട് 445 കലോറിയുണ്ട്. അതായത് 100 ഗ്രാം തേങ്ങ എന്ന് പറഞ്ഞാൽ 50 ഗ്രാം വെളിച്ചെണ്ണയാണ്. അപ്പം നമ്മൾ ഒരു കറിയിൽ എണ്ണ ചേർക്കുന്നത് പോലെയാണ് നമ്മൾ തേങ്ങ. അതുകൊണ്ട് തേങ്ങ ഒഴിവാക്കണം എന്നല്ല, തേങ്ങയുടെ അളവ് കുറച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പച്ചക്കറികൾ കൂട്ടുക, കറികൾ കൂടുതൽ കഴിക്കുക എന്ന് പറയുമ്പോൾ ആ കറിയുടെ അതിൻ്റെ ഗ്രേവി അല്ലെങ്കിൽ അതിൻ്റെ അരപ്പിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുന്നത് നല്ലതാണ്. അത് എളുപ്പം എന്ന് വെച്ചാൽ സാലഡ്, എല്ലാ ദിവസവും നമ്മൾ സാലഡ്, ഇപ്പോൾ തക്കാളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ തക്കാളി സാലഡായിട്ട് കൊടുക്കാം. തൈര് നല്ലതാണ്. തൈര് ഒരു പ്രോബയോട്ടിക്കാണ്. മുതിർന്നവരൊക്കെ പാലിൻ്റെ പാടയൊന്ന് മാറ്റിയിട്ട് തൈരാക്കുന്നതാണ് നല്ലത്. ഈ പ്രോബയോട്ടിക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മൈക്രോബയോം, നമ്മുടെ കുടലുകളിലൊക്കെയുള്ള നമുക്ക് വളരെ ഗുണം ചെയ്യുന്ന മൈക്രോബയോം, അത് ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാനും വളരെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തൈര് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ കറികളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കെപ്പോഴും സാമ്പാർ നല്ലതാണെന്ന് പറയാൻ തോന്നും. കാരണം സാമ്പാറിൽ പരിപ്പ് അടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഒരുപാട് തരം പച്ചക്കറികൾ ചേർക്കാൻ പറ്റും. കേരളത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിലുള്ളവരാണെങ്കിൽ സാമ്പാറിൽ തേങ്ങ ചേർക്കാറില്ല. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ തൊട്ട് വടക്കോട്ട് സാമ്പാറിൽ തേങ്ങ അരച്ച് ചേർക്കും, പക്ഷേ അതിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ പാടില്ല എന്നല്ല, പക്ഷേ ആ തേങ്ങ കുറവുള്ള അല്ലെങ്കിൽ നമ്മൾ തേങ്ങ സാധാരണമായിട്ട് ചേർക്കുന്ന തോരനൊക്കെ ആണെങ്കിലും തേങ്ങയുടെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട്, അപ്പോൾ അതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആകെ വീട്ടിൽ ചോറ് വയ്ക്കാൻ എടുക്കുന്ന അരിയുടെ അളവ് കുറയ്ക്കാം, അതുപോലെ ഉപയോഗിക്കുന്ന തേങ്ങയുടെ അളവ് കുറയ്ക്കാം, എണ്ണയുടെ അളവ് കുറയ്ക്കാം. മീൻ പൊരിച്ചാണ് കുട്ടികൾക്ക് ഇഷ്ടമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ മീൻ കറി വെച്ച് കൊടുക്കാം. ശരി ഡോക്ടർ. പഴങ്ങൾ കൂടുതൽ കൊടുക്കാം. ഈ വടയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ബിസ്ക്കറ്റുകൾ, എനിക്ക് അത്യാവശ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം അൾട്രാ പ്രോസസ്ഡ് ഫുഡിൻ്റെ കാര്യമാണ്. അൾട്രാ പ്രോസസ്ഡ് ഫുഡിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ, ഒരു നോവ ക്ലാസിഫിക്കേഷനിൽ UPF എന്ന് പറയുന്ന ഒരു അൾട്രാ പ്രോസസ്ഡ് ഫുഡ്. അപ്പോൾ അതായത് നമ്മുടെ ഷെൽഫ് ലൈഫ് കൂടുതലാണ്. നമ്മൾ വീട്ടിലിപ്പം ദോശയോ ഇഡ്ഡലിയോ ഒക്കെ ഉണ്ടാക്കിയാൽ അത് കേടാവും. അതേസമയം ബിസ്ക്കറ്റ് എത്രയോ നാൾ ഇരുന്നാലും അത് കേടാവില്ല, കാരണം അതിനകത്ത് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ബിസ്ക്കറ്റിൻ്റെയും കേക്ക് അങ്ങനെയുള്ള ബേക്കറി പലഹാരങ്ങളുടെ അളവ് കുറയ്ക്കുന്നത് വ്യക്തമാണ് ഡോക്ടർ. ആരോഗ്യകരമായ ആഹാരക്രമത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഡയറ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ നമ്മളോട് ചോദിച്ച് അറിയാൻ സഹായിച്ചത് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS ആണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.